ഗായ്സ്, വെൽക്കംസ് ടു മിലി ബേബീസ് ചാനൽ. അപ്പം ഞങ്ങളൊന്ന് പുറത്ത് പോകുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഹോസ്പിറ്റലിലാണ്. പിന്നെ ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ട് പോയിട്ട് അവിടെ ഗുണക്കേവിക്ക് പോകാൻ വന്നിട്ട് പോയതാണ്. അപ്പോൾ ഇതാ അവിടെ കുറച്ച് DJ പാർട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ആയിരിക്കും സെലിബ്രിറ്റീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഗുണക്കേവിത്തെ എക്സിബിഷൻ്റെ ആ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. മറ്റേ റേറ്റ്സൊക്കെ. പിന്നെ ഇത് വന്നിട്ട് ക്രിസ്മസിൻ്റെ മുന്നാണ് കേട്ടോ. കുറേ മുന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇടാൻ മറന്നു പോയിട്ടോ. അപ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. ക്രിസ്മസിൻ്റെ തലേ ദിവസമായിരുന്നു. അപ്പോൾ നല്ല തിരക്കുണ്ട്. നമ്മൾ ക്രിസ്മസിന് വിരുന്ന് പോയത് കൊണ്ട് ഇടാൻ മറന്നുപോയി സത്യം പറഞ്ഞാൽ. പിന്നെ ഇതാ ഗുണ കേവ് ഐ ലവ് പാലക്കാട് ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് തന്നെ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇതാ മിലൂസിനെ കൊണ്ട് ഹായ് പറയിപ്പിക്കാനിട്ടേക്കു. അപ്പം ഞാനിതാ അതിന് ഫ്രണ്ടിൽ നടത്തിയിട്ട് മെല്ലെ വീഡിയോ എടുക്കണം കേട്ടോ. പിന്നെ ഞാൻ പോയി ടിക്കറ്റൊക്കെ വാങ്ങിയിട്ട് വന്നു. അങ്ങനെ ഇതാ കയറാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ എൻട്രി തന്നെ നല്ല ആ അനിമൽ ബോയ്സിൻ്റെ ആ സിനിമയിൽ ഉള്ള പോലെ തന്നെ കേട്ടോ. നല്ല കാട് പിടിച്ച ആ ഒരു സ്ഥലം പോലെയൊക്കെയാണ് അവർ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ പാലക്കാടുള്ള എല്ലാവരും കൂടുതൽ പേര് പോയിട്ടുണ്ടാവും. കാരണം ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് എല്ലാവരും പോയിട്ടുണ്ടാവും മിക്കവാറും. എന്നാലും നമുക്ക് പാലക്കാട് ഉള്ളവരല്ലാണ്ട് ഉള്ളവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ പോകാത്തവരും ഉണ്ടാവുമല്ലോ. അത് കാരണം ചെറിയൊരു ഗുണക്കേവ് കാണാൻ പറഞ്ഞിട്ട് വീഡിയോ എടുത്താണ് കേട്ടോ. പിന്നെ ഇതാ ഇക്കു അതിൻ്റെ മേലെയുള്ള തത്തമ്മനെയൊക്കെ തോടിപ്പിക്കുന്നുണ്ട്. പക്ഷെ മിലൂസ് അത് ഒറിജിനലാണോ പറഞ്ഞിട്ട് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. മിലൂസിന് അങ്ങനെ പേടിയൊന്നുമില്ല. ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ അവൾ ശരിയാവും. പിന്നെ ഞങ്ങളിതാ അവിടെ നിർത്തിയിട്ട് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നു കേട്ടോ. മിലൂസിനെ പുറത്ത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് എൻട്രി, ഉള്ളിലേക്ക് കയറുന്ന ഭാഗമാണ് കേട്ടോ. ലൂസിന് ഒരു പേടി ഉണ്ടായിരുന്നില്ല കേട്ടോ. അവൾക്ക് ഗോസിനൊക്കെ നല്ല ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നെ ഇടയിൽ പേടിപ്പിത്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മേലെയൊക്കെ തൂക്കി വെച്ചിരിക്കുന്നുണ്ട്. അവിടെ വരുന്ന മിക്ക കുട്ടികൾക്കും നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ മിലൂസിന് പേടിയേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതാ അവിടെ കുറേ വൈദ്യങ്ങളും സ്വർണ്ണങ്ങളും പോലത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു കുട്ടി അവിടെ കിടന്ന് ഒരേ കരച്ചിലായിരുന്നു കേട്ടോ.
പിന്നെ ഇതാ ഇവിടെ പുലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലേക്ക് എത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുട്ടോ മിലൂസിനെ. പിന്നെ ഇതാ ഇവിടെ കുറച്ച് ഹിസ്റ്ററികളും മഞ്ഞുമൽ ബോയ്സിലെ കഥകളും പണ്ട് അവിടെ പോയി മരിച്ചതിൻ്റെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. എന്തൊക്കെയൊക്കെ ഉണ്ട്, കുറച്ചൊക്കെ എന്തൊക്കെയോ വായിച്ച് പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നടന്നു കേട്ടോ. അവിടെ ഞങ്ങൾ ഗുണ കേവിൻ്റെ ഉള്ളിൽ അത് മാത്രം ഉണ്ടാവുള്ളൂ വിചാരിച്ചിട്ടാ, കയറുന്നത് നഷ്ടമാവും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അവിടെ സൂപ്പർ ആയിട്ട് ഫുള്ള് ഉള്ളൊക്കെ നല്ല അതിലെന്താ. പിന്നെ ഇതാ മേലെ കുഴി ഉണ്ട് കേട്ടോ, മഞ്ഞുമൽ ബോയ്സിലെ ആ കുഴിയില്ല, ആ കുഴികളൊക്കെ അവിടെ ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വെറുതെ ഒരു ഡമ്മി ആക്കി വെച്ചിരിക്കണം. അതിൻ്റെ ഉള്ളിലൊരു അസ്ഥി കൂടെ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ഗുണ കേവ് കഴിഞ്ഞു കേട്ടോ. പിന്നെ അടുത്ത എൻട്രിയാണ് ഇത്. വന്നിട്ട് സ്നോ ആണ് കേട്ടോ, ഫുള്ള് സ്നോ ആണ്. കണ്ടാൽ നമ്മൾ ഈ പോണ അവിടെയൊക്കെ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. അവിടെ കുറേ കരടികളും അവിടുത്തെ നായ്ക്കളില്ലേ സ്നോത്തെ, ആ നായ്ക്കളും പിന്നെ പെൻഗ്വിൻസ്, കുതിര, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അതിൻ്റെ ഉള്ളിൽ നല്ല രസമുണ്ട്, കുറേ ഫോട്ടോ എടുക്കാനുള്ള സ്ഥലങ്ങളും നിറയെ രസമുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. പിന്നെ അതാണ്ട് ലൈറ്റുകളൊക്കെ നന്നായി സെറ്റ് ചെയ്തിട്ട്. പക്ഷെ ഞങ്ങൾ പോയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല നേരം പോലെ ഫോട്ടോസുകളൊന്നും എടുക്കാൻ പറ്റിയില്ല മിലൂസിനെ കൊണ്ട്. ഇതാണ്ട് ആ ടേക്കറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ അവിടുത്തെ നായ്ക്കളാണ്, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അവിടുത്തെ സെറ്റിങ്സൊക്കെ. ഇത് കങ്കാരുമാണ് കേട്ടോ, അതിൻ്റെ ഉള്ളിൽ നിന്ന് കങ്കാര് വരുന്നുണ്ട്. മിലൂസ് നല്ല ഇഷ്ടമായിട്ടാണ്. അപ്പോൾ മിലൂസ് കുറേ നേരം അവിടെ തന്നെ നിന്ന്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നു കേട്ടോ. ഇത് വന്നിട്ട് ഫ്ലവർ ഷോ ആണ്. ഇവിടെ ഫുള്ള് ഫ്ലവറാണ്, ഫ്ലവറും കൊണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഇവിടെ നന്നായി ഫോട്ടോ എടുക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഉള്ളിൽ കയറുമ്പോൾ വിചാരിച്ച് ഗുണ കേവിൻ്റെ ആ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്. പക്ഷേ ഗുണ കേവും പിന്നെ ആ സ്നോ വേൾഡും പിന്നെ ഇതാ ഫ്ലവേഴ്സ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഉള്ളിലൊക്കെ. പക്ഷെ ഞങ്ങൾ പോയ ടൈമിൽ അവിടെ ഉള്ളിൽ ഫുള്ള് തിരക്കായതുകൊണ്ട് ഞങ്ങൾക്ക് നേരം പോലെ ഫോട്ടോ എടുക്കാനും പറ്റിയില്ല, മിലൂസിനെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കാനും പറ്റിയില്ല. പിന്നെ ഇത് ഈ ഒരു സംഭവം, ഇത് ഞാൻ വീഡിയോ എടുക്കണം വിചാരിച്ചിട്ടുണ്ട്. സംഭവം ഞാൻ വിചാരിച്ചത് ആ കുട്ടികൾ ഇരുന്ന് തിരിയുന്നതാണ് കേട്ടോ, പക്ഷെ ഫോണിനെയാണ് വെച്ച് തിരിയിക്കുന്നത്. അവർ ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനത് മനസ്സിലാക്കിയപ്പോൾ അത് വീഡിയോ എടുത്തില്ല. പിന്നെ ഞങ്ങളിതാ പുറത്ത് വന്നപ്പോൾ സാധാ എക്സിബിഷൻ പോലെ തന്നെ ലാസ്റ്റ് ഇങ്ങനെ ബുക്കും കുറേ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെക്കില്ലേ, സ്നാക്സ്, പിന്നെ ഫാൻസി ഐറ്റംസ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. മിലൂസ് ആ ഭാഗത്തേക്ക് തിരിഞ്ഞതേ ഇല്ല. ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ മിലൂസ് ആ ഭാഗത്തേക്ക് നോക്കിയേ ഇല്ല. സംഭവം അവൾ ഇപ്പുറത്ത് കൂടെ നോക്കിയിട്ടേ വരുന്നു. പിന്നെ ഇതാ ആ ഭാഗത്തേക്ക് അവൾ ഇങ്ങോട്ട് തിരിഞ്ഞിട്ടായിരുന്നു ഇരിക്കണ്ടായിരുന്നു. പിന്നെ പുറത്ത് വന്നപ്പോൾ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിക്കൊടുത്തിട്ട് മിലൂസിന്. പിന്നെ ഇതാ പുറത്തുള്ളതാണ്. പിന്നെ ഫുള്ള് റൈഡൊക്കെ ആയിരുന്നു കേട്ടോ. പുറത്ത് കുട്ടികൾക്കുള്ളതും ഉണ്ട്, വലിയവർക്കുള്ളതും ഉണ്ട്. പിന്നെ മറ്റേ 50 രൂപ 60 രൂപയൊക്കെ കൊടുത്തിട്ട് ഈ റിങ് ഇടില്ലേ, ആ സംഭവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ മറ്റേ മറിയം വേൾഡിലൊക്കെ പോകുന്ന ടൈമിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവിടെ ചെയ്തില്ല. പിന്നെ ബോളൊക്കെ ഇട്ടിട്ടുള്ള സംഭവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ സത്യം പറഞ്ഞാൽ അവർ അതിനൊന്നും ഇടാൻ പറ്റില്ല. ആ റിങ്ങിലൊക്കെ കുറേ നേരം നമ്മൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതിനൊന്നും ഇടാൻ പറ്റില്ല. കാരണം അത്ര വലിയ സംഭവമൊക്കെ ആയിരിക്കും അവിടെ വെച്ചിട്ടുണ്ടാവും. അത് തന്നെ ആ റിങ് അതിൻ്റെ ഉള്ളിൽ പെടില്ല. കൂടുതലും പെടുന്നവരുണ്ടാവും, പക്ഷേ പെടില്ല. പിന്നെ ഇതാ ബോള് പിന്നെയും തട്ടി അറിയിക്കുക, പക്ഷേ കോൺസെൻട്രേഷനൊക്കെ വേണം കേട്ടോ. പിന്നെ അതിൻ്റെ അപ്പുറത്ത് വേറെ ചെറിയ ബോൾ വരുന്നതുണ്ട് കേട്ടോ, അത് ഞാൻ എടുത്തില്ല. പിന്നെ ഇത് വന്നിട്ട് കുട്ടികളുടെ സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ. നമ്മൾ ഫാൻസി പാർക്കിലുള്ള ഐറ്റംസൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇതാ കുറേ പുതിയ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ.
മിലൂസിനെ കുറേ നേരം അവിടെ കാണിച്ചു കൊടുത്തു. മിലൂസിനെ കയറ്റിയ അവൾ ഇരിക്കില്ല. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ അവൾ ഇരിക്കും, പക്ഷെ ഇരിക്കില്ല. പിന്നെ ഞാൻ അവിടെയൊക്കെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഗുണ കേവിൻ്റെ ഉള്ളിലത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.